നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 35ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പോലീസിൻ്റെ ചില തരികിടകളെ പറ്റിയാണ്. അതിന് കാരണം, ഇടുക്കി ജില്ലയിലെ പോലീസ് സൊസൈറ്റിയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുന്ന ആസാദ് തോമസ് എന്ന് പറയുന്നൊരു പോലീസുകാരന് ഒരു കമൻ്റ് ഇട്ടിരുന്നു. കേരളത്തിലെ പോലീസിനെ കൊടുക്കാൻ തമിഴ്നാട് പോലീസിൻ്റെ പൈസ എടുത്ത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ വെച്ച ആളാണ് ഞാനെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ ആസാദ് തോമസ് എന്ന് പറയുന്ന പോലീസുകാരനെതിരെ ഞാനൊരു സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അയാളൊരു ക്രിമിനൽ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ ഇസ്രായേലിലേക്ക് ആളുകളെ കടത്താം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അതുപ്രകാരം അയാൾക്കെതിരെ ക്രിമിനൽ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞ പ്രകാരം ഞാനൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതും രാഷ്ട്രീയക്കാരൻ്റെ പിണിയാളുകളായിട്ട് ഇടുക്കി ജില്ലയിൽ പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ മേധാവിമാർ അയാളെ സഹായിച്ചിട്ടുണ്ടാവാം. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. നമ്മൾ ഈ കമൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം അയാൾ കമൻ്റ് ഇടാനുള്ള അവകാശമുണ്ട്. നാളെ ഇതുപോലെ കമൻ്റ് അയാൾ ഇടട്ടെ. അത് നമുക്കൊരു വീഡിയോയ്ക്ക് ആധാരമായി വരുന്നത് നല്ലതാണ്. എന്തായാലും അയാൾ ഈ പറഞ്ഞ ഈ കേരള പോലീസിനെ കൊടുക്കാൻ തമിഴ്നാട് ചെക്ക് പോലീസിൻ്റെ പൈസ എടുത്ത് വെച്ചു എന്ന് പറയുന്ന സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ 148 ക്യാമ്പ് 21 ഡേറ്റഡ് 24/7/21 ഒരു ഉത്തരവ് പ്രകാരം ചെക്ക് പോസ്റ്റുകളിൽ അഴിമതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു എന്നുള്ളതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ആസാദ് തോമസിന് സംശയമുണ്ടെങ്കിലും ശരി, കേരളത്തിലെ ചെക്ക് പോസ്റ്റുള്ള എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള എക്സൈസ് ആവട്ടെ, പോലീസ് ആയിക്കോട്ടെ, നമ്മുടെ GST വകുപ്പ്, ഏത് വകുപ്പായിക്കോട്ടെ, അവിടെ കൈക്കൂലി കിട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ചെക്ക് പോസ്റ്റുകളിൽ രാത്രി എന്താണ് നടക്കുന്നതെന്ന് രാത്രിയിൽ നമ്മൾ പോകുന്ന വണ്ടികളോട് ചോദിച്ചാൽ അവർ പറയും. പകലില്ല എന്നുള്ള അതിനർത്ഥം. രാത്രി അത് വളരെ കൂടുതലാണ്. രാത്രി 11 മണിക്കും രാവിലെ ഒരു 3 മണിക്കും ഇടയിൽ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം വലിയ പാടാണ് അവർക്ക് പൈസ കൊടുക്കാതെ കടന്നു പോകാനായിട്ട്. അത് അങ്ങനെ പോയിട്ടുള്ള വണ്ടിക്കാർക്കൊക്കെ അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ശരി, എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഈ പറയുന്ന കമ്പംമേട് ചെക്ക് പോസ്റ്റ് പരിശോധിക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനല്ല. ഞാൻ എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന സ്ഥലവുമല്ല. അപ്പം ഉത്തരവ് പ്രകാരം ഞാൻ 11/8/21 വെളുപ്പിനെ പോയി. കാരണം ചെക്ക് പോസ്റ്റിലെ ട്രാൻസാക്ഷൻസൊക്കെ രാത്രിയിലാണെന്ന് അറിയാം. ആ രീതിയിലൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോയി, വെളുപ്പിനെ പോയി 5 മണിക്ക് അവിടെ ചെന്ന സമയം ഒരു ആൾ ഒരു ഡപ്പിക്കകത്ത് കുറച്ച് പൈസ കൊണ്ടുവന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ പുറകിൽ എറിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അയാൾ ആരാണെന്ന് മനസ്സിലാക്കിയപ്പം അയാളുടെ പേര് ദീപു രാജ് എന്ന് പറയുന്ന എക്സൈസിൻ്റെ സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗസ്ഥനാണ്. ദീപു രാജ് എന്നാണ് അയാളുടെ പേര്. അയാൾ കൊണ്ടെറിഞ്ഞ ആ ഡപ്പി എടുത്ത് പരിശോധിച്ചതിൽ 7490 രൂപയുണ്ടായിരുന്നു. അയാൾ കൊണ്ടുപോയി ഇട്ടത് ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ പുറകിലാണ്. അപ്പോൾ അയാൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ പുറകിൽ പൈസ കൊണ്ടിട്ടത് തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരല്ല, ഇയാൾ തന്നെയാണ്. നമ്മളെ കാണുക തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇയാളെ പിന്തുടർന്ന് പോയി ഡപ്പിയും ഈ പൈസയും ഞാൻ പിടിച്ച് കണ്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സംഭവമാണ് ഇയാളിവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഈ എക്സൈസ് ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരെയും കൂടാതെ
ടാക്സ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും കൂടാതെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഒരാളന്നേരം അവിടെ ഇല്ല, ഒരാളെ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. സ്ഥലത്തുണ്ടായിരുന്ന ആൾ അയാളുടെ സ്വകാര്യ വാഹനത്തിൽ ആയിരുന്നു. മറ്റൊരാൾ ഇവിടെ ബാത്റൂമിലോ എന്തോ പോയിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത്. പിന്നീട് അയാൾ വരികയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പിടിച്ചെടുത്തിട്ടുമില്ല. ഒരാളവിടെ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് സംശയത്തിൻ്റെ കാരണമാണ്. കാരണം 2 പേരെ ഡ്യൂട്ടിക്കിട്ട ഒരാളെ അവിടെ ഉള്ളൂ. അയാൾ ഒരുപക്ഷെ പോലീസ് വണ്ടി വരുന്നതുകൊണ്ട് മാറി നിൽക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തൊട്ട് ചേർന്ന് തന്നെയാണ് കമ്പമേട് പോലീസ് സ്റ്റേഷൻ. ഈ പൈസ എന്തായാലും ശരി, അവിടെ ചുമ്മാതെ കൊണ്ടുവന്ന് ആരും എറിഞ്ഞിട്ട് പോകത്തില്ല. ഇത് സംബന്ധിച്ച് ഒരു പൈസ അന്നേ ദിവസം തന്നെ ഈ പൈസ ട്രഷറിയിൽ ഒടുക്കിയിട്ട് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി കൊടുത്തു. കാരണം ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ഇക്കാര്യത്തിൽ കേസെടുക്കാനുള്ള അവകാശമൊന്നുമില്ല. എനിക്ക് തന്ന ഇൻഫർമേഷൻ ഒരുപക്ഷെ കട്ടപ്പന DYSP ഏൽപ്പിച്ചിരുന്നെങ്കിൽ അയാൾക്ക് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ്. അയാൾ ജൂറിസ്ഡിക്ഷനുള്ള ഉദ്യോഗസ്ഥനാണ്. അയാൾ കേസെടുക്കുക. അഴിമതിയുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെ ആയാലും കേസെടുക്കാം. അത് എക്സൈസ് എന്നോ പോലീസെന്നോ റവന്യൂ എന്നോ ഒരു വകുപ്പുമായിട്ടും ഇതൊന്നും ആരും ചെയ്യാറില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഏൽപ്പിച്ച SP-ക്ക് തന്നെ അറിയില്ല. ജില്ലാ പോലീസ് ഈ കട്ടപ്പന DYSP-ക്ക് ഈ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ അവകാശമുണ്ട്, അല്ലെ അധികാരമുണ്ടെന്നുള്ള വിവരം SP-ക്ക് അറിയാം എന്ന് ഞാൻ ധരിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ റിപ്പോർട്ട് കൊടുത്തു. എൻ്റെ ജോലി അവിടെ തീർന്നു. ഇപ്പോൾ പിടിച്ചെടുത്ത പൈസ കേരള പോലീസിൻ്റെ പൈസയാണെന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ദീപുരാജ് എന്ന് പറയുന്ന എക്സൈസിലെ ഉദ്യോഗസ്ഥനിൽ നിന്നാണ് പൈസ പിടിച്ചിട്ടുള്ളത്. അയാളെ അറസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ആ ജോലി ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ആ പൈസ ട്രഷറിൽ ഒടുക്കി അതിൻ്റെ മകസർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്നേ ദിവസം തന്നെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളതാണ്. ഞാൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എക്സൈസ് ആസ്ഥാനത്തുനിന്ന് ഒരു SP പിന്നീട് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ തമിഴ്നാടിൻ്റെ പൈസ എടുത്ത് കേരള പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അത് അയാൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അമ്മാതിരി പണികളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നും അയാൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ കാശില്ലാന്നോ ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാർ അഴിമതി നടത്തുന്നില്ലെന്നൊന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെക്ക് പോസ്റ്റുകൾ ഒക്കെ ഏകദേശം തുടങ്ങിയ കാലഘട്ടം മുതൽ സർവ സമയത്തും അത് ഏത് വകുപ്പിലായാലും ചില ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി പൈസയൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വിജിലൻസുകാരൊന്നും സമയത്ത് പോയി പരിശോധിക്കാറില്ലെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് പണി 10 മണിക്ക് തുടങ്ങി 5:15 അവസാനിപ്പിക്കുന്ന പണികൾക്ക് വിജിലൻസുകാർ നിൽക്കാറുള്ളൂ. ഞാൻ തന്നെ ഇപ്പോൾ വിജിലൻസ് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പാലക്കാട് ചെക്ക് പോസ്റ്റുകൾ പരിശോധിക്കാൻ പോയിട്ടുണ്ട്. അന്ന് അവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. DYSPയുടെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. DYSP വേണാണ്ട് വന്ന് വേണാണ്ട് തിരിച്ചു പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് 5 മണിക്ക് തിരിച്ചെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പകലേ പുള്ളി പോകത്തുള്ളൂ. നൈറ്റ് നിന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അവിടെയാണ് ഈ കുഴപ്പം. ഇപ്പോൾ രാത്രിയിലാണ് ഈ കൂടുതലായിട്ടും ഈ കോഴിക്കടത്തിലുമൊക്കെ പാലക്കാട് നടക്കുന്നത്. അപ്പം നമ്മൾ പകൽ സമയത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ആളുകൾ ഉറക്കളയ്ക്കാനോ ഈ കാര്യത്തിൽ എന്തെങ്കിലും കാര്യമായ സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യാനോ ഒന്നും വിജിലൻസിലുള്ളവർ തയ്യാറല്ല. കാരണം തങ്ങൾ സ്വാധീനമൊക്കെ ഉപയോഗിച്ചായിരിക്കും പോലീസുകാർ അവിടെ എത്തുന്നത്. DYSPമാരൊക്കെ ചിലപ്പം അവർ സൗകര്യപ്രദമായ പോസ്റ്റിംഗ് ആയിരിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല. എന്തായാലും പോകാറുണ്ട്, ഒരു നേർച്ചയ്ക്കുള്ള നടപടികൾ നടത്തി പോകാറുണ്ട്. ഈ കമ്പമേട് ചെക്ക് പോസ്റ്റ് വഴി രാത്രിയിൽ തമിഴ്നാട്ടിൽ നിന്ന് റേഷനരി ഉൾപ്പെടെ കടത്തി കാലടി കൊണ്ടുപോയി, കാലടിയിൽ നമുക്ക് ഇഷ്ടംപോലെ മില്ലുകളുണ്ട്, അവിടെ കൊണ്ടുപോയി കളർ ചെയ്ത് വിൽക്കുന്നതൊക്കെ യഥാർത്ഥ സത്യങ്ങളാണ്. അതൊന്നും മറച്ചു വെച്ചിട്ടും കാര്യമില്ല. അതിപ്പം നമ്മുടെ പൂവാർ ചെക്ക് പോസ്റ്റ് വഴിയും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടമാനം റേഷനരി കേരളത്തിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ റേഷനരികളിൽ കാലടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത മില്ലുകളുടെ ഭാഗത്തൊന്നും കാര്യമായിട്ട് നെൽകൃഷിയില്ല. അവിടുത്തെ പ്രധാന പണി എന്ന് പറയുന്നത് ഈ പറയുന്ന കളർ ചേർക്കലാണ്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കടകളിൽ ഇരിക്കുന്ന അരികൾ പരിശോധിച്ചാൽ ബ്രാൻഡഡ് കമ്പനികളുടെ അരികളല്ലാത്ത അരികളേറെയും കളർ ചേർത്ത അരികളാണ്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറയണമെന്നില്ല. നമുക്ക് തന്നെ അരി വാങ്ങിച്ച് കഴുകി പരിശോധിച്ചാൽ അതിൽ നിന്ന് കളർ ഇളകുന്ന കാണാവുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ കമ്പമേട് ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാർ നീതിമാന്മാരാണെന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. പിന്നെ ഈ എക്സൈസിലെ ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ 6 മാസമായിട്ട് അവിടെ കുറ്റിയടിച്ച് പോസ്റ്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അവിടുന്ന് പിന്നെ ഡ്യൂട്ടിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇവരൊക്കെ മാറിപ്പോവും. സ്ഥിരമായിട്ട് സ്വാധീനമൊക്കെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോസ്റ്റ് ശരിയല്ല, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ മറ്റ് ചില അച്ചടക്ക നടപടികളൊക്കെ ബന്ധപ്പെട്ട ചില തരികിടകളോടുകൂടി പറയാം. കാരണം ഈ സംഭവം നടക്കുന്നത് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് കറുപ്പസ്വാമിയാണ്. കറുപ്പസ്വാമിയുടെ സമയത്ത് തന്നെയാണ് മറ്റൊരു സംഭവം അവിടെ നടന്നിട്ടുള്ളത്. അവിടെ പങ്കജാക്ഷൻ എന്ന് പറയുന്നൊരു ഇൻസ്പെക്ടർക്കെതിരെ എന്നോടൊരു അച്ചടക്ക നടപടി എൻക്വയറി ചെയ്തിട്ട് നടത്താനായിട്ട് പറഞ്ഞിരുന്നു. ഈ പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറോട് ജില്ലാ പോലീസ് മേധാവി ഒരു കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. പുള്ളി അന്വേഷിച്ചില്ല. അതിലാണ് SP സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്ത് അയാൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഓർഡറായത്. അപ്പോൾ അച്ചടക്ക നടപടിക്ക് ഇയാൾക്ക് ഞാനിത് ഫയൽ പെൻഡിങ് വെക്കാറില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് കിട്ടിയ ഉടനെ തന്നെ ഞാനൊരു ഒരാഴ്ചയ്ക്ക് ഏത് അച്ചടക്ക നടപടിയായാലും അതിൻ്റെ MOS തയ്യാറാക്കി കൊടുക്കും. നമുക്ക് കുറേ കാര്യമായ പണികളില്ല. അതുകൊണ്ട് ഫയൽ പെൻഡിങ് വെക്കുന്നതിനോട് വലിയ യോജിപ്പുള്ള അല്ലാത്ത ആളെന്ന നിലയിൽ അപ്പോൾ തന്നെ കൊടുത്തു. ഇയാളിത് കിട്ടിയതിന് ശേഷം ഒരു 4ൻ്റെ അന്ന് 5ൻ്റെ അന്ന് എന്നെ കാണാൻ വന്നു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അച്ചടക്ക നടപടിയെ ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അത് സാർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് രേഖയുണ്ടെന്ന് ചോദിച്ചു. നിങ്ങളെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു, അത്രയും നാളും നിങ്ങൾ ഈ കേസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് CD ഫയൽ പ്രകാരം. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ SP കാണാൻ പോയി ഈ കേസ് സംസാരിക്കാനായിട്ട്, DCRB DYSP കാണാൻ പോയി, അഡീഷണൽ SP കാണാൻ പോയി, ഇവരെല്ലാം കണ്ടു പലവട്ടം ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ SP കാണാൻ പോയതിനും അഡീഷണൽ SP കാണാനും പോയതിനും DCRB DYSP കാണാൻ പോയതിനും ഒക്കെ നിങ്ങളുടെ വീക്കിലിയും നിങ്ങളുടെ വെഹിക്കിൾ ഡയറിയും GDയും അതിനനുസരിച്ച് ഈ കേസിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് അത്രമാത്രം സാധൂകരിക്കാൻ അല്ലെങ്കിൽ ഇയാൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കി ഇയാൾ എൻ്റെ അടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്കെതിരെ സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്ത SP ഇയാളും തമ്മിൽ ധാരണയിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇയാൾ വരുന്നത് തന്നെ. ഇവർ തമ്മിൽ കാരണം ഈ കേസ് അട്ടിമറിച്ചിട്ടുള്ളത് പുനരന്വേഷണം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കേസ് ആദ്യം ഒരു അന്വേഷണം നടന്ന് അട്ടിമറിച്ചതിന് ശേഷമായിരിക്കണം പുനരന്വേഷണം വന്നിട്ടുള്ളത്. അപ്പോൾ കേസ് അട്ടിമറിച്ചിട്ടുള്ളത് സ്വാഭാവികമായും രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നായിരിക്കും. അതറിയാതെ ആയിരിക്കും ഒരുപക്ഷെ ജില്ലാ പോലീസ് മേധാവി പുനരന്വേഷണ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരാൽ നിയമിതനായ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അന്വേഷണം അതിൽ പെട്ടെന്ന് ഏറ്റെടുക്കാൻ മന്ദഗതിയിലല്ല അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും ശരി, ഈ ഉദ്യോഗസ്ഥൻ പോയി ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് ഈ അച്ചടക്ക നടപടി എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് മാറ്റി അനുകൂല നടപടികൾ ഉണ്ടായി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതാണല്ലോ ഈ പോലീസിൻ്റെ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പുകളും തരികിടകളും. അപ്പം ആർക്കും എന്തും ആവാം. രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം മേലുദ്യോഗസ്ഥരെ സെനത്തി സ്വാധീനിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. 8/3/21 പറയുന്നത് ഒരു വനിതാ ദിനമാണ്. നമ്മുടെ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായ വനിതകൾക്കും മറ്റ് പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമാണ് വനിതാ ദിനം. അത് കേരള പോലീസിൽ അന്ന് അതിനെ പ്രാവുന്ന ഒരു കൂട്ടം വിഭാഗമുണ്ട്. അത് വനിതകൾ തന്നെയാണ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. കാരണം ഈ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയും GD ചാർജ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ഡ്യൂട്ടിയും ഈ പാറാവ് ഡ്യൂട്ടിയും 3 പാറാവ് ഡ്യൂട്ടിയും അന്നേ ദിവസം ഈ വനിതകളെ ഏൽപ്പിക്കും. ഈ വനിതകൾ സാധാരണയായിട്ട് പോലീസിൽ ഉണ്ടെങ്കിലും അവരേറെയും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സൊസൈറ്റികളിലുമൊക്കെ ജോലിക്കാരുമൊക്കെ ആയിരിക്കും സ്വാധീനിച്ച്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും ശരി, ഈ കേസിൽ 8/3/21 നൈറ്റ് ഡ്യൂട്ടി എനിക്കായിരുന്നു. ഞാൻ പോയ എല്ലാ പോലീസ് സ്റ്റേഷനിലും അന്ന് നൈറ്റ് ഈ വനിതകളായിരുന്നു. രാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുന്നുറങ്ങുകയാണെങ്കിൽ ഞാനത് പരിഗണിക്കാറില്ല, അതൊരു വിഷയമാക്കാറില്ല. കാരണം ഉറക്കം ഒരുപക്ഷെ അവർ വന്നു പോവാം, ഒരു മുഖം കഴുകിയിട്ട് അലർട്ടായി ഡ്യൂട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് സാധാരണ പതിവ്. എന്നാൽ ഈ അന്നേ ദിവസം 8/3/21
വെളുപ്പ് തീയതിയിലെ നൈറ്റ് പട്രോളുമായി ബന്ധപ്പെട്ട് വെളുപ്പിനെ, അത് തൊട്ടടുത്ത ദിവസം വെളുപ്പിനെയാണ്, 9/3/21 വെളുപ്പിനെ ഏതാണ്ട് 5 മണിക്ക് അടുത്ത ഒരു സമയത്ത് ശാന്തമ്പാറ പോലീസ് സ്റ്റേഷന് പരിശോധിക്കാനിടയായി. അപ്പോൾ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ അന്ന് പരിശോധിച്ചപ്പോൾ രാത്രി 9 മണിക്ക് പാറാവ് കയറിയ വനിതാ പോലീസ് 5 മണി വരെ അവിടെ ഡ്യൂട്ടി മാറാകാതെ കിടന്ന് ഉറങ്ങുകയാണ്. അതായത് 9 മണിക്ക് കയറി അവരവിടെ കിടന്നു, അവരുറങ്ങിപ്പോയി. അപ്പോൾ 11 മണിക്ക് മാറേണ്ട ആൾ കയറിയില്ല, 1 മണിക്ക് കയറേണ്ട ആൾ കയറിയില്ല, 3 മണിക്ക് കയറേണ്ട ആൾ കയറിയില്ല, 5 മണിക്ക് തൊട്ട് മുമ്പാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഇത്രയും ആളുകളും യഥാസമയം ഡ്യൂട്ടിക്ക് കയറുകയോ പാറാവ് പോസ്റ്റ് ചെയ്യുകയോ കണ്ടിട്ടില്ല എന്നും കണ്ട് അവിടുത്തെ GD ഒന്നും എഴുതാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് പാറാവ് ബുക്കിൽ ഈ വിവരങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. അപ്പം പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോൾ വന്നു. അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവിൻ്റേതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇൻസ്പെക്ടർ അല്ല എന്നെ വിളിച്ചത്. സാറേ, ഈ സംഭവത്തിൽ അമ്മക്ക് ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല, ഞങ്ങൾ ആ പാറാബുക്ക് കീറിക്കളയാണെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നാലോചിച്ചപ്പം ഈ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലെ പാറാവും നോക്കേണ്ട ബാധ്യത അവിടുത്തെ SHOയ്ക്കുള്ളതാണ്. അപ്പോൾ അതവർ സർക്കിൾ ഇൻസ്പെക്ടറോടൊക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ യമാൻ എന്നോട് സംസാരിച്ചത്. പിന്നെ ഈ കാര്യത്തിലൊന്നും ഒരു റിപ്പോർട്ട് എഴുതി നമ്മളായിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ രാഷ്ട്രീയക്കാരുടെ അടിമകളായിട്ട് വരുന്ന മേധാവിമാരാണ് അവിടെ ഉള്ളത്. അതിപ്പം ഡയറക്റ്റ് IPS ആരായാലും പ്രൊമോട്ടഡ് ആയാലും. ഈ സംഭവം നടക്കുന്നത് കറുപ്പസ്വാമിയുടെ സമയത്താണ്. ഞാൻ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാറിൽ നിന്നൊരു സർക്കിൾ ഇൻസ്പെക്ടർ ഔദ്യോഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതായ ബസ് വാറണ്ട് കീറി അങ്ങ് വണ്ടിപ്പെരിയാറിന്ന് അങ്ങ് പാറശാല വരെ പോയി യാത്ര ചെയ്തെങ്കിലും അതിനൊരു സ്പെഷ്യൽ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് യാതൊരു നടപടിയും എടുത്തില്ല. അത്യാവശ്യം ഈ SP ഇയാളുടെ ഡിസിപ്ലിൻഡ് അതോറിറ്റി പോലും അല്ല. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് DGPക്ക് കൈമാറേണ്ടതാണ്, അത് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഇയാളെ താക്കീത് ചെയ്തെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഈ ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിന് 200-ലധികം രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ആ പൈസയെങ്കിലും ട്രഷറിൽ ഒടുക്കിക്കേണ്ടതാണ്. അതിനുള്ള വിവരബോധം നമ്മുടെ കറുപ്പസ്വാമിമാർക്കുണ്ടെങ്കിലല്ലേ ഇത് സംഭവിക്കത്തുള്ളൂ. എന്തായാലും അത് സംഭവിച്ചില്ല, അയാളെ താക്കീത് ചെയ്തു, വിട്ടു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോലീസിൽ നടക്കുന്നത്. ഇനി മറ്റൊരു SP അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് കുര്യാക്കോസ് എന്നാണ്, അദ്ദേഹം പ്രൊമോട്ടഡാണ്. അദ്ദേഹത്തിൻ്റെ നടന്ന സംഭവം, ഞാൻ ഇതുപോലെ നൈറ്റ് പെട്രോളിന് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടില്ല. തമിഴ്നാട്ടിലാണെ പൂട്ടും രാത്രിയുള്ളവർ. പൂട്ടാതെ ചെറുതായിട്ട് കഷ്ടിച്ച് ഒരാൾക്ക് അകത്തോട്ട് കിടക്കാവുന്ന രീതിയിൽ ഗ്രില്ല് തുറന്നു വെച്ചിട്ട് അയാൾ സുഖമായിട്ട് ഷട്ടറൊക്കെ ഇട്ട് കമ്പിളിയൊക്കെ പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ അയാളെ ഉണർത്താനായിട്ട് നിന്നില്ല. ആ സമയത്ത് ഡ്യൂട്ടിക്കാരനെ വിളിച്ചുണർത്തി ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ കുഴപ്പങ്ങളാണ്, നമ്മുടെ കുഴപ്പമല്ല. കാരണം ഇത് ഈ രാത്രി സമയത്ത് എന്താണ് ആ പോലീസ് സ്റ്റേഷൻ നടക്കുന്നതെന്ന് നോക്കേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന അവിടുത്തെ SHOയ്ക്കും അവിടെ ഒരു DYSP ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ചുമതല കൂടിയാണ്. അല്ലാതെ നൈറ്റ് പോകുന്ന ദിവസം നൈറ്റ് ഓഫീസറെ മാത്രം ജോലിയല്ല. കാരണം ഈ സിസ്റ്റം ഇത്രമാത്രം അതപ്പതിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അയാളെ വിളിച്ചുണർത്താനൊന്നുമില്ല. ഞാൻ ഒരു മൊബൈലിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് അയാളുടെ ഒരു വീഡിയോയും എടുത്തൊരു ഫോട്ടോയും എടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭ്യമാക്കി, ഇടുക്കിയിലെ. എന്നിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. ഞാനിങ്ങനൊരു സംഭവം സാറിന് അയച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി ഇങ്ങനെ നൈറ്റ് പോയപ്പം നടന്ന സംഭവമാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നന്ദന അത് റിപ്പോർട്ടൊന്നും എഴുതരുത്, ഞാനത് ശരിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം. രാഷ്ട്രീയക്കാരൻ്റെ ശുപാർശയിൽ രാഷ്ട്രീയക്കാരൻ്റെ അടിമയായിട്ട് വന്നിട്ട് ഇവർ രാഷ്ട്രീയക്കാരെ പേടിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്കാടോടി ഓർഡർ ചെയ്യാനോ അതിനോ സ്പെഷ്യൽ റിപ്പോർട്ട് വാങ്ങിക്കാനോ ഉള്ള ഗട്ട്സ് ഇവർക്കില്ല. ഇതാണ് സംസ്ഥാന പോലീസിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം നവോത്ഥാന കാലത്ത്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.